ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പഞ്ഞി പോലെയുള്ള ഈ റാഗി ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. റാഗി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് റാഗി മുഴുവനോടെയുള്ള റാഗി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഇഡ്ഡലി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഒരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഈ മുഴുവനോടെയുള്ള റാഗിയിൽ നന്നായിട്ട് ചളിയും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. ഇപ്പോൾ റാഗി ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 4-5 മണിക്കൂർ ഇവിടെ കുതിരാനായിട്ട് വെക്കാം. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒരു വട്ടം 2 വട്ടം ഒന്ന് കഴുകിയെടുക്കുക. അതിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കാം. ഇപ്പോൾ റാഗിയൊക്കെ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ റാഗിയും ഉഴുന്നൊക്കെ ഇട്ടിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള അവിലും ഇട്ട് നമുക്ക് റാഗി കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് വേണം നമുക്ക് ഈ മാവ് അരച്ചെടുക്കാനായിട്ട്. പിന്നെ അരയ്ക്കണ സമയത്ത് ഇതിലേക്ക് ഒരു 4-5 ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ മിക്സിയുടെ ജാറ് ചൂടാവാണ്ടിരിക്കാനും ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും നമ്മൾ ഈ ഐസ് ക്യൂബ്സ് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊരു 2-3 ബാച്ചായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാവൊക്കെ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. നന്നായിട്ട് ഫെർമെൻ്റായി വരാനും നല്ല ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാനും കൈ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് സഹായിക്കും. ഇനി നമുക്ക് മാവ് മൂടി വെച്ചിട്ട് ഒരു 8 മണിക്കൂറിന് ശേഷം നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് രാത്രിയാണ് ചെയ്യണത്. പകൽ നമുക്ക് ഇത് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് വേറി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിവിടെ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഓരോ കയ്യിൽ മാവ് ഇഡ്ഡലി തട്ടിലേക്ക് കോരി ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് പാത്രം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മുതൽ 12 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.